കുലശേഖരപുരം ദേവർത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 18ാമത് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ ജനുവരി 21 മുതൽ 28 വരെ നടത്തപ്പെടുന്ന യജ്ഞത്തിന് വിമൽ കന്യാകുമാരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹ നാളുകളിൽ ദശാവതാര ചന്ദന ചാർത്തും നടക്കും. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കുലശേഖരപുരം ദേവർത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 18ാമത് ഭാഗവത സപ്താഹയജ്ഞം ജനുവരി 21 മുതൽ 28 വരെയാണ് നടത്തപ്പെടുന്നത്. വിമൽ വിജയ് കന്യാകുമാരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹ നാളുകളിൽ ദശാവതാരം ചന്ദനം ചാർത്തും നടത്തും. ജനുവരി 21-ന് യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഏറ്റുവാങ്ങി മങ്ങാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെത്തിക്കും. തുടർന്ന് മങ്ങാട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് ദേവർത്താനം ക്ഷേത്രത്തിലേക്ക് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഏറ്റുവാങ്ങി മങ്ങാട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചു. തുടർന്ന് മങ്ങാട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് ദേവർത്താനം ക്ഷേത്രത്തിലേക്ക് വിഗ്രഹഘോഷയാത്ര നടത്തി. സപ്താഹയജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു നിർവഹിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് NK ദാസ് അധ്യക്ഷനായി. വരാഹാവതാരം, നരസിംഹാവതാരം, ശ്രീകൃഷ്ണാവതാരം, ഗോവിന്ദ പട്ടാഭിഷേകം, രുക്മിണി സ്വയംവര ഘോഷയാത്ര, കുചേല സത്ഗതി, അവഭൃത സ്നാന ഘോഷയാത്ര എന്നിവയും സപ്താഹ നാളുകളിൽ നടത്തും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി AS ഷാജി ആനക്കുഴി, സപ്താഹ കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് കുമാർ മായ സദനം, രാജീവ് പുത്തൻപുര, ജയേഷ് വല്ലത്തുംകുഴി എന്നിവർ പങ്കെടുത്തു. പ്രകാശനത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. 22-ാം തീയതി തിങ്കളാഴ്ച രാവിലെ നരസിംഹ അവതാരത്തോടുകൂടി മറ്റു ചടങ്ങുകളും ആരംഭിക്കും. ഉച്ചയ്ക്ക് അന്നദാനം, വൈകുന്നേരം പ്രഭാഷണത്തോടുകൂടി അന്നത്തെ ചടങ്ങുകൾ, പ്രധാനപ്പെട്ട ചടങ്ങുകൾ തീരും. 24-ാം തീയതി ശ്രീകൃഷ്ണ അവതാരം, 24-ാം തീയതി പ്രധാനപ്പെട്ട ചടങ്ങായ ശ്രീകൃഷ്ണ അവതാരം 24-ാം തീയതിയാണ് നടക്കുന്നത്. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം. അത് 24-ാം തീയതി നടക്കും. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.